പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയേക്കും. തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. ജനുവരി അവസാനം 2025-26 ബജറ്റ് KN ബാലഗോപാൽ അവതരിപ്പിക്കും. ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്താനാണ് നീക്കം. ക്ഷേമ പെൻഷൻ തുക 2500 രൂപയായി ഉയർത്തുമെന്നായിരുന്നു 2021 LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. 2023-24 സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് അടക്കം 4 ബജറ്റുകൾ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും 100 രൂപ പോലും ക്ഷേമ പെൻഷനിൽ വർധന വരുത്തിയില്ല. ഭരണം തീരാൻ 16 മാസം മാത്രം അവശേഷിക്കെ ബാലഗോപാലിന് മുന്നിലുള്ളത് 2 ബജറ്റുകൾ മാത്രമാണ്. 2025-26 ബജറ്റും 26-27 ബജറ്റും മാത്രമാണ് ബാലഗോപാലിന് അവതരിപ്പിക്കാൻ സാധിക്കുക. 2025 ഒക്ടോബർ 2026 ഏപ്രിൽ മാസങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും. അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ ബാലഗോപാൽ നിർബന്ധിതനാകും. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 2500 രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ക്ഷേമ പെൻഷനിൽ 900 രൂപയുടെ വർധന വരുത്തണം. അതിന്റെ പകുതിയെങ്കിലും വർധന ക്ഷേമ പെൻഷനിൽ ബാലഗോപാൽ വരുത്തിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ക്ഷേമ പെൻഷൻ നിലവിൽ 4 ഗഡുക്കൾ കുടിശ്ശികയാണ്. 6400 രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നൽകാനുണ്ട്. പെൻഷൻ 2000 രൂപയായി ഉയർത്തിയാലും നിലവിലിപ്പോഴുള്ള കുടിശ്ശിക പഴയ നിരക്കിൽ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ മാസം 3200 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. ക്രിസ്മസിന് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.